ബിഗ് ബോസ് വീട്ടിൽ അടുത്ത ഒരു വിഷയം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ലൈവിൽ നടന്നതാണ്. ഷാനവാസും നമ്മുടെ അക്ബറും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നു. ഫൈറ്റ് നടന്നതിന്റെ ഇടയിലേക്ക് അനുമോളുടെ പേര് വലിച്ചിഴക്കുകയാണ്. അനുമോളുടെ ആ ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയത്തിൽ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അനുമോളുടെ അടുത്ത് നിന്ന് നിനക്ക് ഇന്നലെ തികച്ച് കിട്ടിയില്ലേ കുത്തിത്തിരിപ്പായിട്ട് പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അക്ബറിനോട് പറയുന്നു. അപ്പൊ അക്ബർ പറയുന്നു, ഇതിലേക്ക് നീ അനുമോളെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലല്ലോ, അനുമോളെ കുത്തിത്തിരിച്ചത് നീയാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അക്ബർ പറയുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇതിനിടയിൽ അനുമോളുടെ കാര്യം വന്നപ്പോൾ അക്ബർ തലേന്ന് ഇങ്ങനെ ഒരു മുടി പറിച്ചിട്ട് അനുമോൾ വെറും മുടിയാണ്, എനിക്കൊരു വിഷയമേ അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, ഇതിനുള്ളത് നിനക്ക് കൃത്യമായ സമയത്ത് തിരിച്ചു കിട്ടും എന്ന് ഷാനവാസ് പറയുന്നു. അങ്ങനെ വീണ്ടും അക്ബറും ഷാനവാസും തമ്മിൽ ഈ ഒരു ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അക്ബറും ഷാനവാസും ബിഗ് ബോസിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ച് മുന്നോട്ട് പോവാണ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ച് പോകുമെങ്കിൽ നല്ലതാണ്. ഷാനവാസ് ഒറ്റയ്ക്കാണ് നിന്ന് കളിക്കുന്നത്. ഷാനവാസിന്റെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഫൈറ്റ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് നിന്നിട്ടാണ്. പക്ഷെ അക്ബർ ഒറ്റയ്ക്കല്ല, അക്ബറിന്റെ കൂടെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. അപ്പാനി, നമ്മുടെ ആര്യൻ, ഇവരെല്ലാം അക്ബറിന്റെ ടീമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരെല്ലാം ഒറ്റ ടീമാണ്. സോ ഒരു ഗ്യാങ് വാറും അതുപോലെ തന്നെ ഒരു മോൺസ്റ്റർ ഗ്യാങ്സ്റ്റർ കൈൻഡ് ഓഫ് ഒരു ഗെയിമാണ് തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം.